Hi friends, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഉണ്ടാക്കാം. ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെയും പുട്ടിൻ്റെ കൂടെ ഒരു അടിപൊളി ഹെൽത്തി ഓപ്ഷനാണ് കടലക്കറി. നിങ്ങൾക്കറിയാം കടല റിച്ച് ഇൻ പ്രോട്ടീൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്തി ഓതൻറ്റിക് റെസിപ്പീസ് ഇഷ്ടമാണോ? നിങ്ങളൊരു ഹെൽത്ത് കോൺഷ്യസ് ആണോ? എന്നാൽ കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ നമ്മുടെ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് കറുത്ത കടല കുതിർത്തെടുത്തേക്കുവാണ്. ഞാൻ രാത്രി കുതിർക്കാൻ ഇട്ടിട്ട് ഇപ്പോൾ രാവിലെയാണ് കറി വയ്ക്കാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു 7 തൊട്ട് 8 മണിക്കൂർ വരെയൊക്കെ നമ്മൾ കുതിർത്തെടുക്കുക. ഇനി നമുക്ക് പെട്ടെന്ന് കുതിർത്തെടുക്കണമെങ്കിൽ ചൂടുവെള്ളത്തിലിട്ടാൽ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ഇത് കുതിർത്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കടല വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 3 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ കേൾക്കുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 5 തൊട്ട് 6 അല്ലി വരെയുള്ള വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളി പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഇപ്പോൾ അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ പൊടികളുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് പോകുന്നവരെ നമുക്കിതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ആ പൊടിയൊക്കെ വഴണ്ട് വന്നിട്ട് നല്ലൊരു സ്മെല്ലുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് പ്രഷർ കുക്കറിൽ വേവിച്ച കടല ഉണ്ടല്ലോ, കടല ആ വെള്ളവും കൂടി തന്നെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കട്ടി 1/4 പാലുണ്ടല്ലോ, അതാണ് എടുക്കുന്നത്. 1/2 കപ്പ് 1/4 പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിത് തിളപ്പിക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടായി വരേണ്ട ആവശ്യമേ ഉള്ളൂ. ഇനി നമ്മൾ നേരത്തെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇത്രയും മതി, തിളപ്പിക്കരുത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ കടലക്കറി താളിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ചൂടാക്കാം. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് ഉണക്കമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 3 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ഈ ചൂടോടുകൂടി നമ്മുടെ കടലക്കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിപ്പോൾ മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുക. കുറച്ച് നേരം മാറ്റി വയ്ക്കുക. ഒന്നെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞ് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ ടൈം ആവുമ്പോൾ എടുക്കുക. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ നമുക്ക് സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സിനെ കമൻസിലൂടെയും മെയിലിലൂടെയും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ ഹെൽത്തി റെസിപ്പീസിന് വേണ്ടിയിട്ട് കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.